പ്രകൃതി എന്ന ഈ ജൈവ ഉൽപ്പന്നങ്ങളുടെ കടയ്ക്കു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. കോട്ടയത്തു നിന്നെത്തിയ ലിൻസിയുടെയും പ്രമോദിൻ്റെയും കഴിഞ്ഞ 20 വർഷത്തെ ജീവചരിത്രമാണത്. 2.5 പതിറ്റാണ്ട് മുമ്പാണ് ലിൻസിയും പ്രമോദും ഉദ്യാന നഗരത്തിലേക്ക് ചേക്കേറിയത്. പ്രകൃതി എന്ന സംഘടന രൂപീകരിച്ച് കർണാടകത്തിലെ ഗ്രാമങ്ങളിലേക്ക് അവർ പ്രതീക്ഷയോടെ ചെന്നു. കർഷകർക്ക് ജൈവ കൃഷിരീതിയുടെ പാഠങ്ങൾ പകർന്നു നൽകി. നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ ഒരു കടയിൽ ചെല്ലുമ്പോൾ ആ കടയുടെ ഉടമസ്ഥനാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഇത് വാങ്ങണം എന്ന് പറയുന്നത് നമ്മൾ ആ വില കൊടുത്ത് വാങ്ങാറുണ്ട്. അതേസമയം കർഷകരുടെ കാര്യത്തിൽ മാത്രം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് വസ്തുവാണെങ്കിലും വാങ്ങിക്കാൻ ചെല്ലുന്നവരാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അതൊരു വലിയ ഒരു വ്യത്യാസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് ശരിയല്ല. എന്തുകൊണ്ട് നമ്മൾ കൊടുക്കാൻ കർഷകരായെന്ന നിലയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വസ്തുവാണെങ്കിലും അത് കൊടുക്കുമ്പോൾ അതിനെനിക്ക് ഇന്ന വില കിട്ടണം, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര രൂപ ഞാൻ ചിലവാക്കി, അതിൻ്റെ മേലെ എനിക്ക് ഇത്ര ഒരു ലാഭം ഉണ്ടാവണം, ആ ലാഭം എനിക്ക് കിട്ടേണ്ടതാണെന്നൊന്ന് പറയാനായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ഒരു കാലത്തും കൊടുക്കുന്നില്ല. കർഷകർ ഒറ്റയ്ക്കും കൂട്ടായും ജൈവ കൃഷിയെ നെഞ്ചേറ്റി. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാം വിഷം തൊടാതെ വിളയിച്ചു. തുടക്കത്തിൽ തിരിച്ചടികൾ നേരിട്ടെങ്കിലും തുടരെ വിജയങ്ങൾ തേടി വന്നു. ലിൻസിയും പ്രമോദും കർഷകരിൽ ആത്മവിശ്വാസം നിറച്ചു. മണ്ണു ചതിച്ചില്ല, മണ്ണിലെറിഞ്ഞതെല്ലാം പൊന്നായി തന്നെ വിളഞ്ഞു. എന്നാൽ ഉൽപ്പന്നങ്ങൾ എവിടെ വിറ്റഴിക്കുമെന്നത് കർഷകർക്ക് ആശങ്കയായിരുന്നു. ഈ ആശങ്കയ്ക്കുള്ള മറുപടിയായിരുന്നു ജൈവ ഉൽപ്പന്നങ്ങൾ ഇത്ര സജീവമാകുന്നതിന് വളരെ മുമ്പേ ബംഗളൂരു കമ്മനഹള്ളിയിൽ തുടങ്ങിയ ഈ കട. ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സമയങ്ങളിലൊക്കെ ഓർഗാനിക്കിന് അത്രയൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ അതിൻ്റെ വിലയും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ അതിന് ഒരു പ്രീമിയം പ്രൈസ് ഉണ്ടെന്ന് പോലും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പാവയ്ക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഭംഗിയൊന്നുമില്ല, എന്ത് പച്ചക്കറിക്കും അത്ര ഒരു ഭംഗിയില്ലാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർക്ക് അതിനൊരു കാണാനുള്ള ചന്തം തൊട്ട് പിന്നെ അതിനുള്ളിൽ വണ്ടുണ്ടാവുമോ, ഇതിനെന്ത് സെക്യൂരിറ്റി ആണോ, പിന്നെ നിങ്ങൾ എന്തിനിതിന് വില കൂടുതലും മേടിക്കുന്നു, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ പല ചോദ്യങ്ങളായിരുന്നു നമുക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരു കട ഓപ്പൺ ചെയ്തത്. ബംഗളൂരുവിന് പുറത്തുള്ള നിരവധി കർഷകർ ഈ ജൈവ ഉൽപ്പന്ന കടയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. തക്കാളിയും പച്ചമുളകും കക്കരിക്കയും ബീട്രൂട്ടും വാഴപ്പഴവും ഇലക്കറികളും എന്നു വേണ്ട എല്ലാ പച്ചക്കറി ധാന്യ ഇനങ്ങളും ഇവർ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നു. മുൻപിവർ ജൈവ കൃഷിപ്പാടങ്ങൾ പഠിപ്പിച്ച ഹനുമന്തരാജുവിൻ്റെ കീഴിൽ 250ഓളം കർഷകരാണ് ഈ സംരംഭത്തിൽ കൈകോർക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കി പരമാവധി ലാഭം കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടത്തെ ഉൽപാദന വിതരണ പ്രക്രിയ. അതുകൊണ്ടുതന്നെ പരമാവധി ലാഭത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് ലഭ്യമാക്കാനും ഇവർക്ക് സാധിക്കുന്നു. കർണാടകത്തിന് പുറമെ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജൈവ ഉൽപ്പന്നങ്ങളും ആദിവാസികളിൽ നിന്ന് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളും ഇവരിവിടെ ലഭ്യമാക്കുന്നുണ്ട്. ലാഭക്കൊതിമൂത്ത് മനുഷ്യരെ വിഷപങ്കിലമായ ഉൽപ്പന്നങ്ങൾ തീറ്റിക്കുന്ന കുത്തക ഭീമന്മാരോടാണ് ഇവരുടെ പോരാട്ടം. അതുകൊണ്ട് കൂടുതൽ കർഷകരെ ഇതിൽ കണ്ണിചേർത്ത് നല്ലൊരു ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കുവാനുള്ള ശ്രമത്തിലാണിവർ. വിനോദ് മൊറാഴ്ക്കൊപ്പം നദീറ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.